പിറക്കുവാൻ ഉണ്ണി നീ വായു. ബേഥലേം മഞ്ഞള പോലെ ശാന്തിയും സൗഖ്യവും തായു. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, എഫേസ്യസ് ലേഖനം 6:2 നിസാരങ്ങളിൽ നിസാരമായ ഒരു കുഞ്ഞു വചനത്തിൽ സർവ ഐശ്വര്യങ്ങളും നിറച്ച് ദൈവം നിന്റെ ജീവിതത്തിന്റെ മുറ്റത്തേക്ക് വയ്ക്കുന്നു. ഭൂമിയിൽ നന്മ കൈവരുന്നതിനും ദീർഘകാലം ഭൂമിയിൽ ജീവിക്കുന്നതിനും നീ ഇൻഷുറൻസുകൾ തേടി പോകണ്ട, വീടുകൾ വീടോട് ചേർത്ത് പണിയണ്ട, ഏക്കറുകൾ വാങ്ങിക്കൂട്ടണ്ട. ഭൂമിയിൽ നന്മ കൈവരുന്നതിനും ദീർഘകാലം ഭൂമിയിൽ ജീവിക്കുന്നതിനും വേണ്ടി നീ നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക. നിനക്ക് ജന്മം നൽകിയ ഈ ചോരയും നീരും ഈ സൗന്ദര്യവും ഈ വിജയവും തീഷ്ണതയും ഒക്കെ നീ നേടിയത് നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും ബന്ധത്തിൽ നിന്നാണ്, ആ പവിത്ര കുദാശപരമായ സ്നേഹത്തിൽ നിന്നാണ്. ക്ഷമിക്കാൻ പാടില്ലാത്ത ഒരു തെറ്റും നിന്റെ മുമ്പിൽ അവർക്കുണ്ടാവരുത്. ചിലപ്പോൾ അവർ വേദനിപ്പിച്ച് കാണും നിന്നെ, ചിലപ്പോൾ നിന്നെ തള്ളിക്കളഞ്ഞു കാണും. ഭൂമിയിൽ മനുഷ്യരാണ്. ചിലപ്പോൾ അവരുടെ ചില നിലപാടുകൾ നിനക്ക് വേദനയായി കാണും. സഹോദര സഹോദരി, എന്തു തന്നെയായിരുന്നാലും നിന്റെ ഈ വാക്കിനും നാക്കിനും ചുണ്ടിനും പുഞ്ചിരിക്കും സന്തോഷത്തിന്റെ എല്ലാം പിന്നിൽ അവരുടെ ജീവസമർപ്പണമുണ്ട്. അവരുടെ വിയർപ്പും രക്തവും എല്ലാം മുടിചൂടിയതും കുടചൂടിയതുമാണ് നീ. നീ നിന്റെ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ വിധമ്പാറില്ലേ? നിന്റെ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ ചങ്ക് പടയ്ക്കാറില്ലേ? അവർക്ക് വേണ്ടി ഓടാറില്ലേ? അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാറില്ലേ? നിന്റെ മാതാപിതാക്കൾ നിന്റെ ഒരു ഫോൺ വിളി, നിന്റെ ഒരു പുഞ്ചിരി, ഒരു ക്രിസ്മസ് സമ്മാനം, ഒരു അന്വേഷണം കാത്ത് വേദനയുടെ മരുഭൂമിയിൽ കഴിയുന്നുണ്ടോ? ബാക്കി എന്തുണ്ടെങ്കിലും നിന്റെ മാതാപിതാക്കളുടെ കണ്ണുനീര് മഴ പോലെ പെയ്താൽ തീർന്നില്ലേ? തീമഴയേക്കാൾ വലുതല്ലേ അത്? ഭൂമിയിൽ വലിയ കാലം ജീവിക്കാൻ കൊട്ടാരങ്ങൾ കിട്ടുന്നതിനേക്കാൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു വലിയ നനവിൻ്റെയും കനിവിൻ്റെയും ഒരു സമയം കൊടുക്കാം. ആമേൻ. ആമേൻ. ആമേൻ.